റീപ്ലേസ് ചെയ്യുന്നതിനെ കുറിച്ച്. നമ്മൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയെന്ന് വെക്കുക, അതായത് ഇതിലോട്ട് തെന്നി വാഹനം വീഴാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം ഞാനിതൊന്ന് പൊക്കുകയാണ്. ഈ വീലിനട്ട് ഇടുമ്പോഴും ശ്രദ്ധിച്ചോണം, ഈ ടേപ്പർ പോർഷൻ ആയിരിക്കും നമ്മൾ വിചാരിക്കുന്ന അകത്തോട്ട് പോകണം, ഒരിക്കലും അല്ല. പെണ്ണുങ്ങൾ ആരെങ്കിലും ആണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ വളരെ സിമ്പിളായിട്ട് വേണ്ട ഈ ലിവർ ഇങ്ങനെ കയറ്റിയിടുക. ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം എല്ലാവർക്കും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതായത് വാഹനത്തിൻ്റെ ടയർ റീപ്ലേസ് ചെയ്യുന്നതിനെ കുറിച്ച്. നമ്മൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയെന്ന് വെക്കുക, അതായത് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ടയർ പഞ്ചറായി, നിങ്ങൾക്ക് അടുത്തൊന്നും മാറ്റിയിടാൻ വേണ്ടി ആരെയും കിട്ടിയില്ല, എങ്ങനെ സ്വന്തമായിട്ട് മാറാം? വളരെ സിമ്പിളായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മുടെ വാഹനത്തിൽ ഡിക്കി തുറക്കാനുള്ളൊരു പോർഷൻ നോക്കുക. അത് ഞാൻ ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് നേരെ ഡിക്കി തുറക്കാം. ഓക്കെ, അപ്പോൾ ഡിക്കി തുറന്നു കഴിഞ്ഞ് ഡിക്കിയുടെ ട്രേ നമ്മൾ ജസ്റ്റ് ഒന്ന് പൊക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ സ്പെയർ ടയറും ടൂൾ കിറ്റും കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ആദ്യം വേണ്ടൊരു കാര്യം നമ്മുടെ ടൂൾ കിറ്റാണ്. അപ്പോൾ ഈ ടൂൾ കിറ്റ് മാത്രം മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോരാ. ടൂൾ കിറ്റ് മാത്രം പോരാ, നമുക്കൊരു ജാക്കും കൂടെ വേണം. അതായത് നമ്മുടെ വാഹനത്തിൽ ജാക്കപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് ടയർ അഴിച്ച് മാറ്റി വെക്കാൻ വേണ്ടി. അപ്പം നമുക്ക് ഏകദേശം നമുക്ക് ഈ ഒരു സൈഡിലെ ടയർ, അതായത് നമ്മുടെ ഈ ബാക്കിലത്തെ റൈറ്റ് സൈഡിലെ ടയർ നമുക്ക് പോയെന്ന് സങ്കല്പിക്കാം. അതായത് ഈ ഒരു ടയറാണ് പഞ്ചറായിരിക്കുന്നത്. ഈ ടയർ നമുക്കൊന്ന് അഴിക്കണം. അപ്പോൾ ഇത് അഴിക്കാൻ വേണ്ടി ആദ്യം ഞാൻ ജാക്ക് ചെയ്യാൻ വേണ്ടി ജാക്ക് എവിടെയും തപ്പുകയാണ്. ഈ സൈഡിലാണ് സ്വിഫ്റ്റിൻ്റെയൊക്കെ ജാക്ക് വരുന്നത്. കണ്ടോ, ഈ സൈഡിലാണ് വരുന്നത്. എല്ലാ വാഹനത്തിൻ്റെ ഈ സൈഡിലാണെന്നല്ല ഞാൻ പറയുന്നത്. പല വാഹനങ്ങളും പല രീതിക്കാണ്. ചിലത് സ്പെയർ വീലിൻ്റെ അടിയിലാണ് വരുന്നത്, ചിലത് ഡ്രൈവർ സീറ്റിൻ്റെ താഴെ ജാക്ക് വരുന്ന മോഡലുണ്ട്. അപ്പോൾ പല സ്ഥലത്താണ് ഇതിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ എവിടെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ഓണേഴ്സ് മാനുവലോ അല്ലെങ്കിൽ നമ്മൾ വാഹനം എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഷോറൂമിൽ തന്നെ അവരോട് ചോദിച്ചതൊന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ ഏതായാലും ജാക്കൊന്ന് ഇതിൽ നിന്നൊന്ന് ഫ്രീ ആക്കി എടുക്കുകയാണ്. ഓക്കെ, ഞാൻ ജാക്കിങ് എടുത്തു. പിന്നെ ഇതിനകത്ത് എനിക്ക് ആവശ്യമുള്ള ജാക്ക്, ഈ ടോ ചെയ്യാനുള്ള ലിവർ എനിക്ക് ആവശ്യമില്ല, ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഇനി നമ്മുടെ ടയർ അഴിക്കാനുള്ള സ്പാനർ. ഓക്കെ, ഈ 3 കാര്യങ്ങൾ ഞാനിങ്ങ് എടുത്തു. ഇത് 3 എടുത്തു കഴിഞ്ഞ് ഞാൻ ഈ സൈഡിലെ ടയറാണെങ്കിൽ ഇതിൻ്റെ സൈഡിലോട്ട് വെച്ചു. പിന്നെ നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ വാഹനം ഇപ്പോൾ ഒരു വഴിയുടെ സൈഡിലൊക്കെയാണ് പഞ്ചറായി കിടക്കുന്നത്. നമ്മൾ മാക്സിമം ഒരു വഴിയുടെ സൈഡിലോട്ട്, അതായത് പഞ്ചറാണെങ്കിൽ ഒരു അല്പം ഒന്ന് നീക്കിയിടുന്നുണ്ടെന്ന് ഒരു വേറെ പ്രശ്നങ്ങൾ വരാനില്ല. അല്പം ഒരു സൈഡിലോട്ട് കൂടെ ഒന്ന് പാർക്ക് ചെയ്തിട്ട്, കാരണം റോഡ് സൈഡിലാണ് നമ്മുടെ വാഹനം കിടക്കുന്നതെങ്കിൽ. എന്നിട്ട് അതിനുശേഷം ഞാൻ ഈ കാണിച്ചു തന്ന ഈ ഒരു റിഫ്ലക്ടറിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ റിഫ്ലക്ടർ നമ്മൾ പൊക്കി ഈ സൈഡിലോട്ട് വെക്കുക. കാരണം ബാക്കിൽ നിന്ന് വരുന്ന വാഹനത്തിന് മനസ്സിലാവണം ഇവിടെ എന്തോ ഒരു കോഷൻ സൈനാണ്, അതായത് ഒന്ന് ശ്രദ്ധിക്കണം, ഈ വാഹനത്തിനൊരു കംപ്ലൈൻറ്റ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചേക്കാം. ഇങ്ങനെ ഇതൊന്നാക്കി ഇവിടെ ഈ ഒരു ലോക്കിലോട്ട് കയറ്റിയിടുക. ഇങ്ങനെ ഇട്ടേച്ചും ഇതുപോലെ നമ്മൾ താഴെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലൊരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ദൂരേന്ന് വരുന്ന ഒരു ആൾക്ക് മനസ്സിലാവും ആ വാഹനത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ അത് ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഒരു കോഷൻ സൈൻ അവിടെ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇവരെ നമുക്ക് മാറ്റിയേക്കാം. ശരി, ഇനി നമ്മൾ ആദ്യം കാണേണ്ട ഒരു കാര്യം, നമ്മുടെ വാഹനത്തിന് വീൽ കപ്പ് ഉള്ള മോഡലാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു വാഹനത്തിന് വീൽ കപ്പ് ഉള്ളതാണ്. ഈ ഒരു വീൽ കപ്പ് പൊട്ടിക്കാൻ വേണ്ടി നമ്മൾ വേറെ ടൂൾസ് ഒന്നും തപ്പണ്ട. ഈ ഒരു ലിവർ, അതായത് നമ്മുടെ ജാക്ക് അപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഈ ലിവർ തന്നെ ഇതിങ്ങനെ കയറ്റിയിടുക. കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കയറ്റി ഇട്ടേച്ചും ഇതിനെ അങ്ങ് പൊട്ടിക്കാം. ചുമ്മാ ഒന്ന് വലിച്ചാൽ മതി, ആ ഒരു ടാഗ് പൊട്ടിച്ച് കളയാൻ സാധിക്കും. ഇനി നമുക്ക് ലിഫ്റ്റപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഈ വീൽ കപ്പ് ഒന്ന് ഊരിയെടുക്കുക. ഇത് കണ്ടോ, ഈ വീൽ കപ്പ് ഊരാൻ വേണ്ടി 2 സൈഡിൽ നിന്ന് ഇങ്ങനെ കൈയിടുക. ഇവിടെ ഈ ഒരു തമ്പ് കൊണ്ടൊരു പ്രഷർ കൊടുക്കുക. ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ വീൽ കപ്പ് ഊരി പോരും. അതവിടെ വെച്ചു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാഹനം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. ഗിയർ റിവേഴ്സിലോട്ട് എൻഗേജ് ചെയ്തിടുക, ഹാൻഡ് ബ്രേക്കും ഫുൾ അപ്ലൈ ചെയ്തിടുക. അപ്പം എന്തിനാണ് റിവേഴ്സ് ഗിയർ ഇട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിവേഴ്സ് ഗിയർ ശരിക്കും പറഞ്ഞാൽ വാഹനം അനങ്ങാതിരിക്കാൻ, ഫ്രണ്ട് വീല് ടൈറ്റായിട്ടിരിക്കാൻ, ഹാൻഡ് ബ്രേക്ക് ഇട്ടത് ഈ വീലും ടൈറ്റായിട്ടിരിക്കാൻ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വീലിനെ നമ്മൾ നൈസായിട്ട് അഴിക്കണം. ഇതേതായാലും ചുമ്മാ ഇങ്ങനെ ഇട്ടിട്ട് വെച്ചിട്ട് കാര്യമില്ല, അഴിച്ചും പോരത്തില്ല. പ്രത്യേകിച്ച് വാഹനം പെണ്ണുങ്ങൾ ആരെങ്കിലും ആണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ വളരെ സിമ്പിളായിട്ട് വേണ്ട ഈ ലിവർ ഇങ്ങനെ കയറ്റിയിടുക. ഈ ഒരു പൊക്കം അല്ലെങ്കിൽ ഈ ഒരു പൊക്കത്ത് നമ്മൾ ലിവർ കയറ്റി ഇട്ടതിന് ശേഷം ഇങ്ങനെ കാല് വെച്ച് ചവിട്ടണം. കണ്ടോ, അതും കയറി നിന്ന് ഫോഴ്സ് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ കയറി നിന്ന് ചവിട്ടുക. ഒരല്പം നമുക്ക് കൈ കൊണ്ട് ഫ്രീ ആക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലാക്കണം. ഇപ്പം ഞാൻ ഈ 4 ലൂസ് ചെയ്തു. ഓക്കെ, ഇപ്പം കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് തോന്നും, ലൂസ് ചെയ്തു പക്ഷേ വാഹനം ജാക്ക് ചെയ്തില്ലല്ലോ. ലൂസ് ചെയ്തതിന് ശേഷം മാത്രം ജാക്ക് ചെയ്യാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ജാക്ക് വെക്കാം. നമ്മൾ ആദ്യം നോക്കേണ്ടത്, നമ്മുടെ ജാക്ക് ചെയ്യാനുള്ള ഒരു പോയിന്റ് നമ്മുടെ വാഹനത്തിൻ്റെ അടിയിൽ എവിടെയെങ്കിലും കാണും.
എവിടെയാണെന്ന് നോക്കുക. അതെ, ഈ വാഹനത്തിന് ഇതാണ് ജാക്ക് ചെയ്യാനുള്ള പോയിന്റ്. കണ്ടോ, സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. ഇവിടെയും എല്ലാ 4 കോർണേഴ്സിലും അത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ കണ്ടോ, ഈ കാണിച്ചിരിക്കുന്ന ഒരു പോർഷൻ ഇതിലോട് കറക്റ്റ് കോയിൻസൈഡ് ചെയ്ത് നിന്നാൽ മാത്രം വേറെ പ്രോബ്ലംസ് ഒന്നും വരാതെ പക്കായിട്ട് നമുക്ക് ജാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ ജാക്ക് വെക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേസ് ഫ്ലാറ്റാണ്. ഇത് കറക്റ്റ് ഫ്ലാറ്റായിട്ട് നിൽക്കണം. ഒരു കാരണവശാലും ഇങ്ങനെ ചെരിഞ്ഞോ മുമ്പിലോട്ടോ പുറകോട്ടോ ഒന്നും നിൽക്കാൻ പാടില്ല. പ്രോപ്പറായിട്ട് ഇങ്ങനെ നിന്നാൽ മാത്രം നമുക്കിത് ജാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഏതെങ്കിലും രീതിക്ക് ജാക്ക് പ്രോപ്പർ അല്ലാതെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം വരുന്നത് ഇത് സൈഡിലോട്ട് തെന്നി വാഹനം വീഴാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം ഞാനിതൊന്ന് പൊക്കുകയാണ്. മാനുവലായിട്ട് ജസ്റ്റ് ഇവിടം വരെ ഒന്ന് പൊക്കി വയ്ക്കുന്നു. ഇപ്പം ഒരു പൊസിഷൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ടൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. പറ്റും, എന്നാലും ഇപ്പം ഞാൻ കറക്റ്റ് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ വന്നു. പാടാം. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടോ, ഈ ഒരു ലിവർ എടുത്ത് ഇതിലോട്ട് ഇങ്ങനെ ഇടുക. കണ്ടോ, ഈ ടൂൾ ഇങ്ങനെ കയറ്റി ഇട്ടു. എന്നിട്ട് കണ്ടോ, നല്ല ഈസി ആയിട്ട് കറക്കുന്ന കണ്ടോ, നമ്മുടെ വാഹനം പതുക്കെ പൊങ്ങുകയാണ്. കണ്ടോണം. കണ്ടോ, ഇപ്പം ഈ ടയർ ഒന്ന് ഫുള്ളായിട്ട് ഫ്രീ ആയി പൊങ്ങിയാണ് നിൽക്കുന്നത്. അതൊന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്തോണം. അല്പം കൂടെ വേണമെങ്കിൽ പൊക്കി വെച്ചോണം. യെസ്. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതിങ്ങനെ മാറ്റിക്കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ഈ ഒരു ഹൈറ്റുള്ള കട്ടയോ വല്ലതും ഉണ്ടെങ്കിൽ ഇത് അടിയിലോട്ട് വെച്ചാലും കുഴപ്പമില്ല. ഇൻ കേസ് അത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ തന്നെ നിൽക്കട്ടെ. കാരണം ഇത് തെന്നിപ്പോകത്തില്ലെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. പോകത്തില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി നട്ടെല്ലാം നമുക്കിങ്ങനെ ലൂസാക്കി എടുക്കാം. 4 വീൽ നട്ട് ലൂസ് ചെയ്തിങ്ങെടുത്തു. ടയർ ഞാനിങ്ങനെ ഊരിയെടുത്തു. കണ്ടോ, ഇങ്ങനെ ടയർ ഊരിയെടുത്തതിന് ശേഷം ഞാനിത് തൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് നമ്മുടെ സ്പെയർ ടയർ എടുക്കാം. ഇത് ഒന്നെങ്കിൽ നമുക്ക് ഊരിയിടുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിന് അടിയിലോട്ട് ഇത് കണ്ടോ ഇങ്ങനെ അടിയിലോട്ട് കയറ്റിയിട്ട് അടുത്ത ടയർ എടുത്ത് വെച്ച് കഴിയുമ്പോൾ ഇത് ആ സൈഡിൽ കൂടെ ഊരി, അതായത് ബാക്കിൽ കൂടെ ഇങ്ങനെ മാറ്റാം. പിന്നെ വേറൊന്നും അല്ല, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ്. ഏതെങ്കിലും രീതിക്ക് ഇത് താഴോട്ട് പോവുകയാണെങ്കിൽ തന്നെ ആ ടയറിൻ്റെ പുറത്ത് അല്ലെങ്കിൽ റിമ്മിൻ്റെ പുറത്ത് സപ്പോർട്ട് ചെയ്ത് നിന്നോളും. ഇനി നമ്മുടെ വാഹനത്തിനകത്തുള്ള സ്പെയർ വീൽ എടുക്കാം. അതെടുക്കാൻ വേണ്ടത് ഇതിങ്ങനെ തിരിച്ച് തുറക്കുക. കണ്ടോ, ഇത് ഫുള്ള് തിരിച്ച് കഴിഞ്ഞ് ഇത് ഊരി എടുത്തു കഴിഞ്ഞാൽ ഈ ടയർ നമുക്ക് ഊരിയെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഊരി എടുത്തുകൊണ്ട് ഇതുപോലെ തന്നെ കൊണ്ടുവന്ന് ജസ്റ്റ് ഇതുപോലെ തന്നെ കൊണ്ടുവന്ന് നമ്മൾ തിരിച്ചതുപോലെ കയറ്റുകയാണ്. അപ്പോൾ ഇത് കയറ്റുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കുക, ഒത്തിരി പൊക്കിയിടല്ല. ഇപ്പം ഞാൻ ഏകദേശം നമ്മുടെ ബേസിൽ നിന്ന് പെട്ടെന്ന് കയറ്റത്തക്ക രീതിയിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് കൈ ഒന്ന് പിടിച്ചുകൊണ്ട് ഒരു സൈഡിലെ നട്ട്, ഈ വീൽ നട്ട് ഇടുമ്പോഴും ശ്രദ്ധിച്ചോണം, ഈ ടേപ്പർ പോർഷനായിരിക്കും നമ്മൾ വിചാരിക്കുന്ന അകത്തോട്ട് പോകണം. ഒരിക്കലുമല്ല, ഈ ഒരു പോർഷൻ മാത്രം അകത്തോട്ട് പോകണം. കാരണം കറക്റ്റായിട്ട് പിടിച്ചിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതിപ്പോൾ ജസ്റ്റ് ഒരു അത്യാവശ്യം ഇതുപോലെ പെട്ടുപോകുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളെങ്കിലും മറക്കാതെ ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് വാഹനം കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും. പിന്നെ എപ്പോഴും ഒരു ചെറിയ ലൈറ്റ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് ലൈറ്റിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് അതിൻ്റെയും കൂടെ ഞാനൊന്ന് ഷെയർ ചെയ്തിട്ടേക്കാം. അതും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം രാത്രി ഇതുപോലെയൊക്കെ പെട്ടുപോകുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയർ റീപ്ലേസ് ചെയ്ത് സുഖമായിട്ട് ആ യാത്ര കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഒന്നും കാണിച്ചു തരാം. കാല് വെച്ച് ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തേക്കുക. കാരണം ടോർക്ക് ഇപ്പോൾ ഏതായാലും നമ്മൾ വഴി വെച്ച് നമുക്ക് ഏതായാലും ടോർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ഈ വഴി വെച്ച് ടോർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ഒന്ന് നോക്കി വിടാൻ പറ്റും. അതായത് നമ്മുടെ വാഹനത്തിൽ പ്രോപ്പറായിട്ട് എല്ലാം ടൈറ്റ് ആയെന്ന് മാത്രം. അതിനു വേണ്ടി മാത്രം താഴോട്ട് ഇറക്കിയതിന് ശേഷം വീൽ സ്പാനർ കയറ്റിയിട്ട് ജസ്റ്റ് കാലുകൊണ്ട് ഇവിടെ നിന്ന് ചവിട്ടി ഒന്ന് ടൈറ്റ് ചെയ്യുക. അതിന് ശേഷം പിന്നെ വാഹനം ഏതെങ്കിലും ഒരു ഷോറൂമിലോ വർക്ക്ഷോപ്പിലോ കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതൊന്നുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്യിച്ചാൽ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞൊരു കാര്യം എല്ലാവർക്കും മനസ്സിലായി. ഇനി എങ്ങനെയാണ് സ്വന്തമായിട്ട് ടയർ മാറ്റുന്നത് എന്നുള്ളൊരു ഡൗട്ട് ആർക്കും വരത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു.